Hello guys, welcome back to my channel DC Study IQ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 11, 111, 1711 എക്സെട്ര ടൈപ്പ് നമ്പേഴ്സിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 9, 99, 999 എക്സെട്ര ടൈപ്പുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു സിമ്പിൾ കണക്ക് 56 × 9. ഇപ്പം നമുക്കറിയാം ഇത് പിന്നെ ട്രിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസർ കിട്ടും. അതായത് 9 × 6 54 4 ഇട്ട് 5 ബാക്കി 45 5 50 504 എന്ന് ഉത്തരം കിട്ടും അല്ലേ. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ 56 × 10 കണ്ടുപിടിക്കുക, അതായത് 560. 560 56 കുറച്ചാൽ എത്രയാണ്? 504 എന്ന് ഉത്തരം കിട്ടും. ഈ രണ്ട് മെത്തേഡ് നമുക്ക് ആദ്യമേ അറിയാവുന്ന മെത്തേഡാണ്, പുതുമയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാ? 56. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 9 മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. അത് മറ്റൊന്നിനുമല്ല, 2 ഡിജിറ്റ് സെയിം ആക്കാൻ വേണ്ടിയാണ്. 56 2 ഡിജിറ്റ് ഉണ്ട്, 9 ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. അത് 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് 0 ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി 56 - 1 55. 56ൻ്റെ തൊട്ട് പുറകെയുള്ള നമ്പർ അതുപോലെ അങ്ങ് എഴുതുക, 55. ഓക്കെ. 9 നിന്ന് 55 മൈനസ് ചെയ്യുക. അതെങ്ങനെ മൈനസ് ചെയ്യുക? ആദ്യം തന്നെ 9 5 കൊടുക്കുക. എത്രയാണ്? 4. 0 നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? -5 എന്ന് വരും. ആ -5 10th ഡിജിറ്റുള്ള 5 ഇല്ലേ, അതിൻ്റെ നേരെ താഴെ എഴുതും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 അതേപോലെ എഴുതും, താഴെ എഴുതും. പിന്നെ 5 - 5 0, പിന്നെ 5 അതേപോലെ താഴെ എഴുതും. അപ്പം 504 എന്ന് കിട്ടും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ആദ്യം കാണുമ്പോൾ ടഫാണ്, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്നൊക്കെ തോന്നും. ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ടഫ് തോന്നിയേക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായി മാറുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയാം. 56ന് തൊട്ട് പുറകെയുള്ള നമ്പർ 55 എന്ന് എഴുതുക. പിന്നെ 9 നിന്ന് 55 മൈനസ് ചെയ്യുക. അപ്പോൾ 9 നിന്ന് 5 പോയ 4 കിട്ടി. പിന്നെ 0 നിന്ന് 5 പോയ -5 കിട്ടി. ആ -5 ഇവിടെ എഴുതുക. പിന്നെ 4, 5 നിന്ന് 5 പോയ 0, ഈ 5 നേരെ താഴെ 504 എന്ന ഉത്തരം കിട്ടും. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 24 × 99. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 24ന് തൊട്ട് പുറകെയുള്ള നമ്പർ 24 - 1 23. 23 എഴുതി. ഇനി 99 നിന്ന് 23 കുറക്കണം. നമുക്ക് 76 എന്ന് കിട്ടും. അതും 76 അങ്ങനെ എഴുതി. അപ്പോൾ 24 × 99 എന്ന് പറയുന്നത് 23 76 ആണ്. പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 75 × 99. അപ്പോൾ 75 - 1 74. 74 എഴുതി. ഇനി 99 നിന്ന് 74 കുറക്കണം. അപ്പം 25 എന്ന് കിട്ടും. 25 എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ 254 × 99. 254 3 ഡിജിറ്റ് ഉണ്ട്, 99 2 ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് 99ന് മുമ്പ് ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 254 - 1 253. 253 എന്ന് എഴുതി. ഇനി 99 നിന്ന് 253 കൊടുക്കണം. 9 - 3 6, 9 - 5 4, 0 - 2, അതായത് -2. ആ -2 3ൻ്റെ താഴെയായിട്ട് എഴുതണം. ഓക്കെ. ഇനി ഇതിൻ്റെ ആൻസർ എഴുതുക. ആൻസർ എത്ര വരിക? 25 1 4 6. ക്ലിയർ അല്ലേ?
ഈ ഒരു മൈനസ് ചെയ്യുന്ന കേസ് നമ്മളിപ്പോൾ ഈ 0 ആഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എളുപ്പത്തിൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. സ്റ്റാർട്ടിങ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ശരിയായിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 346 ഇൻറ്റു 9999. ഇപ്പോൾ ഈ ഒരു കേസിൽ 9 4 ഉണ്ട്, 346 3 ഉള്ളൂ, 3 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 3 മുമ്പിൽ ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ 346 -1 345 345 ഇട്ട് 9999 മൈനസ് 345. അപ്പോൾ 9656 ആൻസർ കിട്ടും. ഓക്കെ, പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. സംശയം വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി റാപ്പിഡ് സോൾവ് 2 സെക്കൻഡിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്ക്. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 271 728. ഓക്കെ, നമ്മളെന്താ ചെയ്തത്? 272 -1 271, പിന്നെ 9 - 2 7, 9 - 7 2, 9 - 1 8. അപ്പോൾ ആൻസർ 271 728 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡു ഇറ്റ് യുവർ സെൽഫാണ്. നിങ്ങൾ സ്വയം ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ട്രിക്സുകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.